മമ്മു, സേബ ഇനി ഉണർന്നില്ലേ? എപ്പോഴേ ഉണർന്നു, അവിടെ ഉണ്ടാവും. ഉമ്മ, സേബ എവിടെ? എന്തിത്ര തിടുക്കം? ഒന്നുമില്ല, വെറുതെ ആവില്ല, എന്തെങ്കിലും കാരണം കാണും. വാ പറയട്ടെ. സേബ, നീ അറിഞ്ഞില്ലേ? എന്ത്? ഒഴിഞ്ഞു പോകാൻ ആരൊക്കെയോ തയ്യാറാണ് പോലും. എനിക്കാകെ ഭയം തോന്നുന്നു. നീ എന്തിനു ഭയക്കണം? പോകുന്നവർ പോകട്ടെ. ഇന്നലെ അച്ഛനും അത് തന്നെ പറഞ്ഞു. ഇനിയും ഇവിടെ അധികം നാളുണ്ടാവില്ലെന്ന്. അങ്ങനെ സംഭവിച്ചാൽ സലീം ഇവിടം വിട്ടു പോയില്ല, ഉറപ്പ്. അത് തന്നെയാണ് എന്റെ ഭയം. അച്ഛന്റെ തീരുമാനം അത് മാറില്ല. സലീമിന്റെ വാദം അതും ഇളകില്ല, തീർച്ച. ഞാൻ എന്ത് ചെയ്യണം? നീ പറയൂ. നിന്റെ അവസ്ഥ എനിക്കാണെങ്കിൽ ഞാൻ ഇവിടം വിട്ടു പോയില്ല. സത്യം? എങ്കിൽ എന്റെ തീരുമാനം അത് തന്നെ. സലീമിനെ വിട്ട് ഞാൻ എവിടേക്കുമില്ല. അതിർത്തി ഗ്രാമങ്ങൾ ഒഴിഞ്ഞുപോയി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ മുന്നറിയിപ്പ് ഫലവത്തായെന്ന് തോന്നുന്നു. അനുമാനിക്കാൻ സമയമായിട്ടില്ല. ആ ദരിദ്ര രാജാവ് രാജ്യം വിട്ടാൽ മാത്രമേ ഗ്രാമവാസികൾ മുഴുവൻ ഒഴിഞ്ഞു പോകൂ. ഇതിൽ കൂടുതൽ എന്ത് പ്രഹരം വേണം ആ ദുർബല രാജാവിനെ അകറ്റാൻ? അയാള് പോവില്ല. സിരകളിൽ രജപുത്രരെ വെല്ലുന്ന രക്തവീര്യമുണ്ട്. മരണം വരെ ചെറുത്തു നിൽക്കാൻ ക്ഷമയുണ്ട് ആ വംശത്തിന്. നാം പരാജയപ്പെടുമെന്നാണോ? കാലാബായി പരാജയപ്പെടാനോ? ഇല്ല, ഒരിക്കലും. തന്ത്രമാണ് ഇവിടെ മുഖ്യം. ആ മനസ്സ് പരാജയപ്പെട്ടാൽ പിന്നെ ചെറുത്തു നിൽക്കാനാവില്ല. രാജാവ് സ്വമനസാലെ പലായനം ചെയ്യാൻ പിന്നെ വൈകില്ല. ആ മനസ്സ് ദുർബലമാക്കാൻ വഴി സുഗമമല്ല. പീഡനം ഒന്നൊന്നായി പ്രജകൾക്ക് വന്ന വിപത്ത് കണ്ട ആ മനസ്സ് തകരണം. നരഹത്യ അതൊന്നു മാത്രം പോരാ. മനസ്സിനെ വലയ്ക്കുന്ന എല്ലാ ദുഃഖതന്ത്രങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നൊന്നായി. അയാൾ രാജ്യം വിട്ടാൽ പിന്നെ കൊട്ടാരം കാലായുടേത്. കൂറുള്ളവരെ മാത്രം അധിവസിപ്പിച്ച ഒരു രാജ്യം എന്റേത് മാത്രമായി. വരാൻ വൈകരുത് കേട്ടോ. ശിവപ്പ, ധർമ്മപുരിയിലെ സ്ത്രീകൾക്ക് ചന്തമേറുമെന്ന് കേട്ടിട്ടുണ്ട്. സത്യം? എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല, കാലാബായി അത്ര ക്രൂരത കാട്ടില്ല. ശിവപ്പ, ഈ സുന്ദരിയെ സമാധാനിപ്പിക്കൂ.
സിന്ദൂരി, നീ ഇനിയും ഉറങ്ങിയില്ലേ? ഓരോന്നോർക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല. സന്തോഷത്തോടെയാണോ അച്ഛൻ ധർമ്മപുരി ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചത്? തീർച്ചയായും. ഇത്രയും സന്തോഷം തോന്നിയിട്ടില്ല ഒരിക്കലും. എന്റെ മുന്നിൽ എന്തിന് സന്തോഷം നടിക്കണം? ഇത്രയും ദുഃഖപൂർണമായ മുഖം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. ഞാനാണ് ഈ ദുഃഖത്തിന് കാരണം. എന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, അല്ലെങ്കിൽ ശത്രുവിന്റെ ചെയ്തികൾ കണ്ട് ധർമ്മപുരി രാജൻ രാജ്യം ഉപേക്ഷിക്കില്ല ഒരിക്കലും. ഒരു രാജ്യം രക്ഷപ്പെടുമെങ്കിൽ ഞാൻ പോകാൻ തയ്യാർ, എവിടേക്കെങ്കിലും. വേണ്ട, അത്ര വലിയ ത്യാഗം അത് വേണ്ട.
എന്തു വേണം? അങ്ങയെ കാണാൻ ഒരപരിചിതൻ വളരെ ദൂരത്ത് നിന്നാണ്. നമ്മെ കാണാൻ ദൂരത്ത് നിന്നോ? ആരാണ് നിങ്ങൾ? എവിടെ നിന്ന് വരുന്നു? അറേബ്യയിൽ നിന്ന്. പ്രവാചകന്റെ നാട്ടിൽ നിന്നും വരുന്ന ആദ്യത്തെ അതിഥി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആരാണ് നിങ്ങൾ? അക്ബർ അലി, അറേബ്യയിലെ ഒരു കച്ചവടക്കാരൻ. വണിക്കുകൾക്ക് സുപരിചിതമായിരുന്ന ധർമ്മപുരി ഇപ്പോഴില്ല. ദരിദ്രരാണ് ഞങ്ങൾ. ക്ഷമിക്കണം, എന്റെ യാത്രയിൽ ഇതൊരിടത്താവളം മാത്രം. അമൂല്യമായ ചിലത് കണ്ടേക്കും ഈ രാജ്യത്ത്. എനിക്കങ്ങനെ തോന്നുന്നു. ശരിയാണ്. തലമുറകളുടെ സ്വപ്നങ്ങൾ അടിഞ്ഞ താഴ്വാരമാണല്ലോ ധർമ്മപുരി. കണ്ടേക്കാം, എന്തെങ്കിലും കാണാതിരിക്കില്ല. തികച്ചും അപരിചിതമായ സ്ഥലത്ത് എനിക്ക് തങ്ങാൻ അതിഥികളെ സ്വീകരിച്ച് സൽക്കരിച്ച പാരമ്പര്യമേയുള്ളൂ ഈ രാജവംശത്തിന്. നമുക്ക് പ്രവാസത്തിനു സമയമായി. ഇനിയുടെ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതുവരെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് താമസിക്കാം. കൊട്ടാരത്തിലോ ധ്യാനമണ്ഡപങ്ങളിലോ എവിടെ വേണമെങ്കിലും. വഴിയമ്പലം തേടുന്ന ഭിക്ഷാന്തേഹിയാണ് ഞാനും. അങ്ങയെ ഞാൻ വേദനിപ്പിച്ചു എന്ന് തോന്നുന്നു. ക്ഷമിക്കണം. കിഴക്കേ ചെരുവിൽ ഒരു പഴയ മാളിക കണ്ടു. വിരോധമില്ലെങ്കിൽ അവിടെ താമസിക്കാൻ അനുവദിച്ചാലും. പഴയ മാളികയോ? അത് ജീർണിച്ച് നിലമ്പത്താറായിരിക്കുന്നു. ജീർണതയിൽ നിന്ന് തന്നെ തുടങ്ങാം അന്വേഷണം. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ആ മാളികയ്ക്ക് ഇപ്പോഴും പ്രൗഢി തോന്നുന്നു. വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. വിരോധമില്ലെങ്കിൽ. വിരോധമല്ല, സന്തോഷം. നിങ്ങൾക്ക് അവിടെ താമസിക്കാം.